ഹലോ ഫ്രണ്ട്സ്, എഫോർ ആപ്പിളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വിഷിംഗ് സൈറ്റിൽ ഗൂഗിൾ ആഡ്സെൻസിൻ്റെ ആഡ് യൂണിറ്റ് ഉപയോഗിച്ച് അതെങ്ങനെ നമുക്ക് ആഡ് ഷോ ചെയ്യിക്കാം, അതുപോലെ തന്നെ അതിൽ എങ്ങനെയൊക്കെ ഏണിങ്സ് ഉണ്ടാക്കാം എന്നുള്ളൊരു ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആഡ്സെൻസ് ഇല്ലാത്ത സുഹൃത്തുക്കൾക്കായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അതായത് ആഡ്സെൻസ് അക്കൗണ്ട് ഇല്ലാത്ത വേറൊരു ആഡ് നെറ്റ്വർക്ക് നമുക്ക് ഇതിൽ ഉപയോഗിച്ച് നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം. ഇതിൽ മാത്രമല്ല, നമുക്ക് മറ്റുള്ള ബ്ലോഗുകളിലും സൈറ്റുകളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതുപോലെ ഒരു നല്ലൊരു ആഡ് നെറ്റ്വർക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഈ ആഡ് നെറ്റ്വർക്കിൻ്റെ പേര് റവന്യൂ ഹിറ്റ്സ് എന്നാണ്. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവാം റവന്യൂ ഹിറ്റ്സ്. ഇതല്ലാതെയും ഒരുപാട് ആഡ് നെറ്റ്വർക്കുകളുണ്ട്, വേറെയുണ്ട്. ഇൻഫോലിങ്സ്, പ്രൊപ്പല്ലർ ആഡ്സ്, ഒരുപാട് ആഡ് നെറ്റ്വർക്കുകളുണ്ട്. വിഷിംഗ് സൈറ്റിന് ഇത്തിരി അനുയോജ്യമായിട്ടുള്ള ഒരു ആഡ് നെറ്റ്വർക്കാണ് ഈ റവന്യൂ ഹിറ്റ്സ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിത് വിഷിംഗ് സൈറ്റിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എങ്ങനെയാണ് നമുക്ക് സൈൻ അപ്പ് ചെയ്യുക, എങ്ങനെയാണ് ഇതിൽ ആഡ് യൂണിറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും, ഇതിൽ എത്ര രൂപയാണ് പേയ്മെന്റ് കിട്ടുക, അല്ലെങ്കിൽ പേയ്മെന്റ് എങ്ങനെയാണ് വിഡ്രോ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യമേ തന്നെ നോക്കാം. നിങ്ങളിവിടെ സപ്പോർട്ട് സെന്ററിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫിനാൻസ്, അതുപോലെ തന്നെ വാട്ട് ഈസ് യുവർ മിനിമം ത്രഷോൾഡ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മിനിമം പേയ്മെന്റ് എത്രയാണ്, അല്ലെങ്കിൽ വിഡ്രോവൽ എത്രയാണെന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാം. മിനിമം നിങ്ങൾക്ക് $20. അതായത് മിനിമം $20 ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് പേയ്മെന്റ് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഗൂഗിൾ ആഡ്സെൻസ് ആണെങ്കിൽ അത് $100. അപ്പോൾ $20 ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് പേപ്പാലോ അല്ലെങ്കിൽ പേനീർ വെച്ചിട്ട് വിഡ്രോ ചെയ്യാം. $500 ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് വയർ ട്രാൻസ്ഫർ വഴിക്ക്, ബാങ്ക് വഴിക്ക് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു വിഡ്രോവൽ മെത്തേഡ്സ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ സൈൻ അപ്പ് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിൾ സ്റ്റെപ്സ് ഒക്കെയാണ് സൈൻ അപ്പ് ചെയ്യാനായിട്ട്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സൈറ്റ് URL, അതായത് ഏതാണ് നിങ്ങളുടെ വെബ്സൈറ്റ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വിഷിംഗ് സൈറ്റ് ആണെന്നുണ്ടെങ്കിലും അതിനൊരു URL ഉണ്ടാവും. ആ URL നിങ്ങൾ നേരെ ഇവിടെ ടാബിൽ പോയിട്ട് അവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. കാറ്റഗറി, നിങ്ങൾ ഇഷ്ടമുള്ള ഒരു കാറ്റഗറി കൊടുക്കുക. എന്തെങ്കിലും മ്യൂസിക്, എന്റർടൈൻമെന്റ്, എന്തെങ്കിലും ഒരു കാറ്റഗറി ഇവിടെ എൻ്റർ ചെയ്യുക. ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടമുള്ള ഇമെയിൽ ID എൻ്റർ ചെയ്യുക. അതിനുശേഷം ഈ ആൻസർ എന്നുള്ളത് 73 അല്ലെങ്കിൽ 7+3 10 എന്നുള്ളത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സൈൻ അപ്പ് ക്ലിക്ക് ചെയ്യാം. ഒരു കൺഫർമേഷൻ ഇമെയിൽ വരും. നിങ്ങൾക്ക് ആ ഇമെയിൽ വെരിഫൈ ചെയ്യുക. ഇനി ഇൻ കേസ് അങ്ങനെ വന്നില്ലെങ്കിൽ അതിന് തൊട്ട് താഴെയായിട്ട് റീസെന്റ് ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ അതുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇമെയിൽ വെരിഫിക്കേഷൻ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സൈൻ അപ്പ്. എനിക്ക് ഓൾറെഡി ഇതിൽ അക്കൗണ്ട് ഉണ്ട്, ഞാൻ അതുകൊണ്ടാണ് സൈൻ അപ്പ് ചെയ്ത് കാണിക്കാതെ. ഞാൻ ഓൾറെഡി എൻ്റെ അക്കൗണ്ടിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഡാഷ്ബോർഡ് ഇങ്ങനെ കാണാം. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഇംപ്രഷൻസ് കാണാം, ക്ലിക്സ് കാണാം, അതുപോലെ റവന്യൂ ഉണ്ട്. എൻ്റെ 0 ആണ്. ഞാനിതിൽ ഇംപ്രഷൻ പോലും ഒന്നുമില്ല, അതായത് ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു വട്ടം ചെയ്യാൻ വേണ്ടി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്, പക്ഷേ ഞാൻ ഉപയോഗിച്ചില്ല കാര്യമായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇതിൽ ആഡ് യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ അതിന് മുമ്പായിട്ട് നമ്മളിവിടെ പ്ലേസ്മെന്റ് എന്നുള്ളൊരു ടാബ് ഉണ്ട്, നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, കണ്ടോ, ഞാൻ പറഞ്ഞു മുമ്പ് ഓൾറെഡി ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിരുന്നതായിരുന്നു. മംഗ്ലീഷ് മൂവീസ് എൻ്റെ ഒരു വെബ്സൈറ്റ് ആയിരുന്നു. അത് പഴയ വെബ്സൈറ്റ് അല്ല, പുതിയൊരു സൈറ്റ് തന്നെയായിരുന്നു. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് ഞാനിപ്പോൾ അതിൽ നിന്ന് ഇത് ആഡ് യൂണിറ്റ് എടുത്ത് മാറ്റി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാം വേണമെങ്കിൽ 300 × 250 വേണം. നമുക്ക് പുതിയൊരു ആഡ് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ന്യൂ സൈറ്റ്സ് കൂടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ഓരോ പ്രാവശ്യം നമുക്കിപ്പോൾ ഏത് വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് ആഡ് ഷോ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ പേരും URL ഡീറ്റെയിൽസും നമ്മൾ ഒരു വട്ടം എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷിംഗ് സൈറ്റ് തന്നെ ഇതിൽ എക്സാമ്പിൾ നമുക്ക് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ കാണിച്ച നമ്മുടെ വിഷിംഗ് സൈറ്റ് തന്നെയാണ്. ഞാനപ്പോൾ ഇത് ഈ URL ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുകയാണ്. ഓക്കെ, നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. സൈറ്റ് ആപ്പ് നെയിം, അപ്പോൾ നമ്മൾ എന്തെങ്കിലും നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പേര് കൊടുത്താൽ മതി. ടൈപ്പ് വെബ്സൈറ്റ്, കാറ്റഗറി, എന്തെങ്കിലും കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കൊടുക്കാം. ആ വെബ്സൈറ്റ് എന്തിനെ കുറിച്ചുള്ള സൈറ്റാണ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ ജസ്റ്റ് അത് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. സേവ് കൊടുക്കാം. ഇവിടെ 2 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. മൈ പ്ലേസ്മെന്റ്സിൽ ഇതെനിക്ക് ഒന്ന് പുതിയതായിട്ട് വന്നാണോ എനിക്ക് അറിയില്ല. ന്യൂ പ്ലേസ്മെന്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതുപോലെ ന്യൂ മൊബൈൽ പ്ലേസ്മെന്റ് ഉണ്ട്. നമ്മൾ സാധാരണ വിഷിംഗ് സൈറ്റ് നമ്മൾ മൊബൈലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് ഡിസൈൻ ചെയ്തിരിക്കുന്നതൊക്കെ. അപ്പോൾ നമുക്ക് ഈ ന്യൂ മൊബൈൽ പ്ലേസ്മെന്റ് എന്നത് ക്ലിക്ക് ചെയ്യാം.
ഓക്കെ ആണ്. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് മെത്തേഡുകളുണ്ട്. അതാണ് എനിക്ക് ഇതിൽ ഇഷ്ടമാകും. കാരണം ഈ ഫ്ലോട്ടിംഗ് ബാനർ ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആഡ്സുകളാണ്. കാരണം ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ടാബൊക്കെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ നടക്കും നമ്മുടെ സ്ക്രീനിൽ. അപ്പോൾ ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ടെക്നിക്കുകൾ ഇതിലുണ്ട്. നമുക്ക് മൊബൈൽ ബാനർ ഉണ്ട്, മൊബൈൽ ഡയലോഗ്, ഫൂട്ടർ, ന്യൂ ടാബ്, നോട്ടിഫൈ. നമുക്ക് മൊബൈൽ ബാനർ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ മൊബൈൽ ബാനർ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്കിവിടെ ഒരു പ്ലേസ്മെന്റ് നെയിം കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആഡിന്റെ സൈസ് തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഇവിടെ നമ്മുടെ അവൈലബിൾ ആയിട്ട് സൈസുകളോട് കൊടുക്കാം. ഏതൊക്കെയുണ്ട് നമുക്ക് നോക്കാം. 350 ഇതാണ് നമ്മൾ സാധാരണ നമ്മൾ മൊബൈൽ ബാനറായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഗൂഗിൾ ആഡ്സെൻസിൽ നമുക്ക് ഓർമ്മിടാൻ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് നമ്മൾ 350 സൈസിലാണ് നമ്മൾ ആഡ്സ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ ആ സൈസ് തന്നെ ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. 300x50. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നിങ്ങൾക്കത് ഏത് ആഡ് യൂണിറ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയാണ് ഇവിടെ നെയിം ചോദിക്കുന്നത്. നമ്മൾ വെബ്സൈറ്റ് നമ്മൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെലക്ട് ചെയ്യുക ഏത് വെബ്സൈറ്റാണ് വേണ്ടതെന്നുള്ളത്. ഡിസ്ക്രിപ്ഷൻ അത് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കൊടുക്കണമെന്നില്ല, അത് തന്നെ കൊടുക്കാം. അതിനുശേഷം ഇവിടെ നമുക്ക് സേവ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആഡ് യൂണിറ്റ് ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ആഡ് കോഡാണ് കിട്ടുന്നത്. നമുക്ക് ഇതിൻ്റെ HTML കോഡ്സ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഗെറ്റ് കോഡ് എന്നുള്ള ടാബ് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഉണ്ടോ, ഈ കോഡ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കോപ്പി ടു ക്ലിപ്പ് ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മുടെ ക്ലിപ്പ് ബോർഡിൽ കോപ്പി ആയിട്ടുണ്ട്. ഇത് നേരെ സാധനം കോപ്പി ചെയ്യുക. നമ്മൾ വീണ്ടും നമ്മൾ ഇന്നലെ ആഡ് യൂണിറ്റുകൾ നമ്മൾ എങ്ങനെയാണ് ഇതിൽ ആഡ് ചെയ്തത് അതേ ഒരു മോഡലിൽ തന്നെ ഈ ആഡ്സുകളും നമുക്കിവിടെ ആഡ് ചെയ്യാം. നമ്മൾ ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യാം നമുക്ക്. ഓക്കെ, ഹെഡർ ആഡ് കോഡ് അല്ലേ, നമുക്ക് ഒന്നിവിടെ നമുക്ക് കൊടുക്കാം. അടുത്തത് സെൻറ്റർ ആഡ്സെൻസ് കോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാം. അത് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ഇതും കൂടി ഉണ്ട്, ബിലോ ആഡ്സെൻസ് കോഡ് ഹിയർ. ഓക്കെ, നമ്മളത് ഇവിടെ പേസ്റ്റ് ചെയ്തു. അതിന് ശേഷം നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാം ഇത് ഇൻസ്റ്റന്റ് അപ്രൂവലാണ്. നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സെൻസ് പോലെ അപ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നിങ്ങൾക്ക് ഏകദേശം ഒരു 24 ഹവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് അപ്രൂവൽ ആയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ആഡ്സും ഇവിടെ ഷോ ചെയ്ത് തുടങ്ങും. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ആഡ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ആഡ് നിങ്ങൾക്ക് ഇതിനിടയിൽ വരും. അതുപോലെ തന്നെ ലാസ്റ്റ് ആഡ് ഇവിടെ ഇതിന് മുകളിലായിട്ട് ലാസ്റ്റ് ആഡ് വരും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഒരു ആഡ് ഇവിടെ മുകളിൽ ഷോ ആയിട്ടുണ്ട്. അതുപോലെ അടുത്തൊരു ആഡ് ഇവിടെ വരും. അതുപോലെ മൂന്നാമത്തെ ആഡ് ഇവിടെ വരും. അതല്ലാതെ നിങ്ങൾക്ക് ഇതിൽ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് ആഡ് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാൻ നിങ്ങൾ ഈ ഒരു ഫോണ്ട് നോക്കിയിട്ട് അതിന് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന് മുമ്പായിട്ടൊരു ആഡ് കൊടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ആ ആഡ് യൂണിറ്റ് ഇതിനിടയിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ നമുക്ക് ഗൂഗിൾ ആഡ്സെൻസിൻ്റെ അത്രയൊന്നും നമുക്ക് ഇതിൽ നിന്ന് പ്രോഫിറ്റ് നമുക്ക് കിട്ടില്ല. കാരണം ഗൂഗിൾ ആഡ്സെൻസിൽ നിന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു $5 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് $1-2 അടുത്തുള്ള വരുമാനം അല്ലെങ്കിൽ ഒരു ഏണിങ്സ് നിങ്ങൾക്ക് ഇതിന് പ്രതീക്ഷിച്ചാൽ മതി. കാരണം ഗൂഗിൾ ആഡ്സെൻസ് തരുന്ന അത്രയും ഒരു ഏണിങ്സ് നമുക്ക് മറ്റൊരു ആഡ് നെറ്റ്വർക്കും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് തന്നെയാണ് മെയിൻ കാരണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉപകാരപ്രദമായിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സെൻസ് ഇല്ലാത്തവർക്ക് ഈ ഒരു ആഡ് യൂണിറ്റ് അല്ലെങ്കിൽ ഈ ആഡ് നെറ്റ്വർക്കിൻ്റെ ആഡ് യൂണിറ്റ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്നൊന്നും ചിലപ്പോൾ അതിൽ ഷോ ചെയ്യണമെന്നില്ല. ചിലപ്പോൾ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റവന്യൂ ഇതിൽ കാണിക്കണമെന്നില്ല. എനിക്കറിയില്ല, ഞാനത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ ഒരു പക്ഷേ 24 ഹവേഴ്സിനോ 48 ഹവേഴ്സിന് ശേഷമായിരിക്കും ഇതിൽ നമ്മുടെ റവന്യൂ അപ്ഡേറ്റ് ആവുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബ്ലോഗിലും അല്ലെങ്കിൽ വെബ്സൈറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും റവന്യൂ ഹിറ്റ്സിൻ്റെ ആഡ്സ് നിങ്ങൾക്ക് ഉപയോഗിച്ച് ഏണിങ്സ് ഉണ്ടാക്കാം, ആഡ്സെൻസ് അക്കൗണ്ട് ഇല്ലാത്തവർ. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഏത് തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.